മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം. ഈ ഒരു അരമണിക്കൂർ നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി മധുരം നൽകുന്നെന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. നമുക്കിനിയും മധുരകരമായ ഈ ഒരു സംസാരം കർത്താവ് നടത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഇത് നമ്മെ സഹായിക്കാൻ അടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ചേട്ടനാണ്. ജോർജ് ചേട്ടൻ പ്രത്യേകിച്ച് മുഖവരങ്ങളൊന്നുമില്ലാതെ തന്നെ മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം ഉള്ള കുടുംബം പാലായിൽ നിന്നുള്ള പ്രിയപ്പെട്ട ബോബച്ചേട്ടനും ടെസ്റ്റ് ചേച്ചിയുമാണ്. ഇവർ പല എപ്പിസോഡിൽ മുമ്പ് വന്നിട്ടുള്ളതാണ്. രണ്ടുപേരും ഏഞ്ചൽസ് ആർമിയുടെ ആദ്യകാലം മുതലുള്ള പ്രവർത്തകരാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം ഏഞ്ചൽസ് ആർമിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിശുദ്ധ ജെറോം പുണ്യവാളൻ്റെ ഒരു ദേവാലയമാണ് രംഗം. ദേവാലയത്തിന് മുൻഭാഗത്തായി ജെറോം പുണ്യവാളൻ കയ്യിലൊരു ബൈബിളും മറ്റേ കയ്യിൽ ഒരു കരിങ്കല്ലും പിടിച്ച് നെഞ്ചത്തടിക്കുന്നതാണ് ഒരു കൊത്തിവെച്ച വലിയൊരു രൂപമുണ്ട്. ഇപ്പോൾ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ അതിശയിച്ച് നിൽക്കണം. ഒരു കയ്യിൽ ബൈബിളും മറ്റേ കയ്യിൽ വലിയൊരു കരിങ്കല്ലും നെഞ്ചത്തടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് നോക്കി കുറേ നേരം ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് തൊട്ടടുത്ത് ഒരു ബിഷപ്പ് നടന്നു വന്നു. അപ്പോൾ എന്തായാലും ബിഷപ്പിന് ഇതിനെപ്പറ്റി അറിവുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഫോട്ടോഗ്രാഫർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ജെറോം പുണ്യവാളൻ ഒരു കയ്യിൽ സുവിശേഷം പിടിച്ചിരിക്കുന്നത്? അതെനിക്കറിയാം. കാര്യം ജെറോം പുണ്യവാളനാണല്ലോ ഹെബ്രായ ഭാഷയിൽ നിന്ന് ലാറ്റിൻ ഭാഷയിലേക്ക് 40-40 വർഷത്തോളം എടുത്ത് കുത്തിയിരുന്ന് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുകൊണ്ട് അതെനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഈ കയ്യിൽ കരിങ്കല്ലും പിടിച്ചിരിക്കുന്നത്? അപ്പോൾ ബിഷപ്പ് ഒരു കള്ളച്ചിരിയോടെ പറയുകയാണ്, ഈ കയ്യിൽ കരിങ്കല്ലും പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പുള്ളി വിശുദ്ധ ജെറോം എന്നായത്, അല്ലെ വെറും ജെറോം ആയത്. അപ്പോൾ വീണ്ടും ഈ ഫോട്ടോഗ്രാഫർക്ക് ആകാംക്ഷ, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? പുള്ളി പറഞ്ഞു, ജീവിതത്തിലൊന്നും വായിച്ചിട്ടില്ലല്ലേ, അതുകൊണ്ടാണ്. ജെറോം പുണ്യവാളൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആള് ശുണ്ണിക്കാരൻ, ഭയങ്കര ചൂടനായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ട് എല്ലാവരും പൊട്ടിത്തെറിക്കുന്ന, എല്ലാവരും ചൂടാവുന്ന കഥാപാത്രമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഭയങ്കര അനുതാപവും മാപ്പ് പറച്ചിലും കുർബാനയ്ക്കൊക്കെ നിന്നിട്ട്, കുർബാനയ്ക്ക് ശരിക്ക് ലാറ്റിൻ ഗ്രാമത്തിലെ കുർബാനയ്ക്ക് ആദ്യം തന്നെ പെനിറ്റൻഷ്യൽ റൈറ്റ് ഉണ്ടല്ലോ, ആദ്യം തന്നെ പാപങ്ങൾ ഏറ്റുപറയുന്ന സമയത്ത് ജെറോം പുണ്യവാളൻ കയ്യിൽ കരിങ്കല്ലെടുത്ത് നെഞ്ചത്തിരിക്കുന്ന പറയുന്നത് കുർബാനയുടെ സമയത്ത്. ഈ സങ്കടവും വിഷമവും തലേദിവസം എല്ലാവരും ചൂടായതിൻ്റെ സങ്കടം കുർബാനയ്ക്ക് മുമ്പ് എല്ലാ ദിവസവും ചങ്കത്തടിയും കരച്ചിലുമുള്ള കുർബാന സ്ഥിരം ഭാഗമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയുടെ സംസാര വിഷയവും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദേഷ്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കോപിക്കുന്ന സ്വഭാവം എങ്ങനെ നമുക്ക് വളരെ സൗമ്യകരമായി ഹാൻഡിൽ ചെയ്യാം, ഒരു വിശുദ്ധമായിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയുടെ സംസാര വിഷയം. ഒരിക്കൽ കൂടി എല്ലാവരെയും മധുരമൊഴിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. ആദ്യം കുഞ്ഞുങ്ങളുടെ ഈ ഒരു കോപത്തെ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സ്വഭാവത്തെ ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പാട് ചർച്ച ചെയ്യേണ്ട ഭാഗമാണ് മാതാപിതാക്കൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. ശരിക്കും മാതാപിതാക്കളിലാണല്ലോ പിള്ളേർ കുഞ്ഞുങ്ങൾ എല്ലാ കാര്യവും പഠിക്കുന്നത്, ദേഷ്യപ്പെടാൻ ഉൾപ്പെടെ പഠിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. കാരണം ഞാൻ ടീനേജൊക്കെ ആയിരുന്നപ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ കൗമാരത്തൊക്കെ ഞാൻ നല്ല ചൂടനായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കഥയൊക്കെ വലിച്ചടയ്ക്കുമ്പോൾ അമ്മ പറയും, ഇതേടാ അപ്പനെ പോലെ തന്നെയെന്ന്. ഈ ചേട്ടൻ അത്യാവശ്യം നല്ല ചൂടനായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ആ വാക്കുകൾ പ്രവൃത്തികളെല്ലാം അപ്പൻ്റെ ഈച്ചക്കോപ്പി പോലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഈ കോപ സിറ്റുവേഷനുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും നിങ്ങൾ? പലപ്പോഴും ഈ ദേഷ്യം ആരംഭിക്കുന്ന അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഈ എണ്ണക്കുപ്പിയുടെ അടപ്പും പാലം കുപ്പിയുടെ അടപ്പും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അടച്ചു വെച്ചിരിക്കുന്നു. പഞ്ചസാര പാത്രവും കാപ്പിപ്പൊടിയുടെ പാത്രത്തിൻ്റെ അടപ്പും രണ്ടും മാറ്റി മാറ്റി വെച്ചേക്കും. അപ്പോൾ ഞാനിത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ അരിശം വരുമ്പോൾ ഞാനങ്ങ് ദേഷ്യപ്പെടുക. കാര്യം വലിയ പ്രശ്നമല്ലോ, ചെറിയൊരു ആരെയും ബാധിക്കുന്ന കാര്യവുമല്ല. അപ്പോൾ ഞാനിത് ദേഷ്യത്തേക്കും ഭാര്യ വളരെ കൂളായിട്ട് എന്നോട് ചോദിച്ചു, ഈ 10-25 വർഷം കഴിഞ്ഞു, 26 വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ട് ഇതിനിടെ എത്ര പ്രാവശ്യം ഈ അടപ്പ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെനിക്ക് ഒരു മറുപടിയും, കൂടി വന്നാൽ ഒരു 5-6 പ്രാവശ്യം വർഷത്തിനിടയിൽ ഈ അടപ്പ് മാറിപ്പോയിട്ടുള്ളൂ. അത് പിന്നെ അത് പിന്നെയും സംബന്ധിച്ചു. പക്ഷേ ഞാൻ ആ അടപ്പ് അത് ഏതിൻ്റെ ആണോ ആ ചേരുന്ന അടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് എനിക്കിത് പറയണമെന്നും തോന്നിയിട്ടില്ല. ഉത്തരവൊന്നും പറയാനില്ല, പറയാനില്ല. കാരണം പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ദേഷ്യപ്പെടുന്നതിന് മുമ്പ് നമ്മളൊരു ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ ഒരു സ്പ്ലിറ്റ് ഒരു നമ്മൾ സെക്കൻഡ് കൊടുത്തിട്ടെങ്കിൽ നമുക്ക് പലപ്പോഴും പല ദേഷ്യങ്ങളും ഒഴിവാക്കാൻ
പല യുദ്ധങ്ങളും പല കൊലപാതകങ്ങളും പല പൊട്ടിത്തെറികളൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു നിമിഷത്തെ ഒരു സൈലൻസ് മതിയായിരുന്നായിരിക്കും. അതെല്ലാം പിള്ളേരോടൊക്കെ ഈ ദേഷ്യപ്പെടുന്ന കാര്യമൊക്കെ ടെസ്സി അതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും മൊത്തം ദേഷ്യക്കാരാണ്. ബോച്ചന് വലിയ കാര്യങ്ങളൊന്നും വേണ്ട ദേഷ്യപ്പെടാന്. പക്ഷെ ചെറിയ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യം എല്ലാം നന്നായിട്ട് അഡ്വക്കേറ്റ് ആയതുകൊണ്ടായിരിക്കും പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ആയിട്ട് എല്ലാം ഇരിക്കണം. ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ എല്ലാ സാധനങ്ങളും ഇരിക്കണം. ബെഡ്ഷീറ്റ് ഒക്കെ ആണെങ്കിൽ ചുളുങ്ങാൻ പാടില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്കാണ്. ഹോസ്റ്റലിൽ ഒന്നും പഠിച്ചിട്ടില്ലേ? ആണോ? ഹോസ്റ്റലിലാണ് പഠിച്ചിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ഇതുപോലെ ദുരാഗ്രഹങ്ങളൊക്കെ മാറിക്കിട്ടുണ്ടാണ് ആ സമയത്തൊക്കെ. ചേച്ചി തരുന്ന പറഞ്ഞോളൂ. അപ്പം ബോച്ചൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുമ്പം പിള്ളേർക്ക് അത് കാണുന്നത് ഭയങ്കര രസമാണ്. പിള്ളേർക്ക് രസമാണ് ദേഷ്യം കാണുന്നത്. അപ്പൊ പിള്ളേര് അതിനനുസരിച്ചല്ല എന്നെ ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ കാണിക്കാം, അപ്പനെ ഇങ്ങനെ കാണിക്കാം, അപ്പനെ ഒന്ന് നോക്കിക്കാം. അപ്പന്റെ ദേഷ്യം കാണാൻ ഭയങ്കര രസമാണെന്നാണ് അവര് പറയുന്നത്. അവരോട് ദേഷ്യപ്പെടുത്തുന്ന ഭയങ്കര കോമഡിയാണ്. അതെ അതെ. അപ്പോൾ ഞാനിങ്ങനെ ഇവരുടെ ദേഷ്യം ഇവർക്ക് ഒരുമാതിരി ഇത് തമാശയായിട്ട് ഇവരെടുക്കുന്ന എൻ്റെ ദേഷ്യം കൂടും. നമ്മൾ പുച്ഛിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ഈ ദേഷ്യം കൂടിയിട്ട് നമ്മളപ്പോൾ കുറച്ചുകൂടെ അപ്പോൾ ഇവരുടെ ചിരി പിന്നെയും കൂടുക. അപ്പോൾ ഇത് പിന്നീട് ഒരു പ്രാവശ്യം ഞാൻ ഈ ടെസ്സി ഇവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്ന കണ്ടപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ രസം മനസ്സിലായത്. കാണാൻ നല്ല രസമാണ്. കാരണം നമ്മുടെ ഈ കണ്ണുമൊക്കെ തള്ളി പല കൈയൊക്കെ എടുത്ത് കൈയും കാലും എല്ലാം എടുത്ത് ഭയങ്കര ആക്ഷൻ ഇതാണ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് ഈ കോപത്തിൻ്റെ ഇവർ ചിരിക്കുന്നത് കണ്ടാലും അല്ല പിന്നെ എൻ്റെ ഒരു കോപിക്കുന്നതിൻ്റെ ഒരുപാട് ചേഷ്ടകളും ഒക്കെ ഒരുപാട് കുറയാനായിട്ടും അങ്ങനെയൊക്കെ ഉറപ്പെടുത്തലാട്ടോ. വീട്ടിലൊക്കെ തലമുറയിടുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളൊക്കെ മാറി ചിരിക്കുന്നുണ്ടായിരിക്കും. അല്ല ശരിക്കും നമുക്ക് ആ ദേഷ്യപ്പെടുന്ന ആ സമയത്ത് കണ്ടു നമ്മൾ ചിരിച്ചു പോകും. കാരണം അത് എല്ലാവരുടെയും അങ്ങനെയാണെന്നില്ല. പക്ഷെ ഞങ്ങളുടെ നല്ല ബോറായിരുന്നു. അല്ല കാലം അഡ്വാൻസ്ഡ് ആകട്ടോ. വല്ലൊരു മൂവി ഇതല്ലേ മൊബൈലിൽ ചിലപ്പം വൈറലാക്കി. വീട്ടിൽ ഒരിക്കലും ഒരു രസകരമായ അനുഭവം ഉണ്ടായി. എന്നുവെച്ചാൽ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. പക്ഷെ ഇവനെ നമ്മൾ ഏറ്റവും മൂത്ത ആളായത് കാരണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിള്ളേരുടെ ഏറ്റവും ആദ്യത്തെ ആളായ കാരണം കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കും. കൂടുതലായിട്ട് 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ പിള്ളേർക്ക് പീഡനവും ശ്രദ്ധയൊക്കെയായിരിക്കും. അതെ അതെ, സ്വാഭാവിക പ്രകൃതിയുമാണ്. അപ്പം എപ്പോഴും പഠിക്കുക നമ്മളെപ്പോഴും റെസ്റ്റ് കൊടുക്കത്തില്ല. പഠിച്ചില്ല അങ്ങനെയുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരികയാണ്. കുട്ടി ബസ് ഇറങ്ങി വീട്ടിലോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് ഉള്ളിൽ ഭയങ്കരമായ ആഗ്രഹമുണ്ട്. എൻ്റെ മാർക്ക് ആദ്യത്തെ ഓണപ്പരീക്ഷയാണ്, 10 കയറിയിട്ടുള്ള ഓണപ്പരീക്ഷ. അപ്പം എൻ്റെ ഭാവി തീരുമാനിക്കുന്നതാണ്. ഇതിലൂടെയാണ് നമുക്ക് അറിയാവുന്നത്. അപ്പം ഞാനിങ്ങനെ ഉള്ളിൽ ഇവനെ എൻ്റെ ഭാവഭേദമൊന്നും കാണിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വന്നിട്ട് അമ്മയെ എന്ന് പറഞ്ഞിട്ട് അകലെ തന്നെ വിളിച്ചു. അപ്പം എന്താടാ അമ്മ മുറിയിലോട്ട് ഇങ്ങനെ കയറി വന്നു. ഞാൻ ചോദിച്ചു എന്താടാ. അന്നേരം പറയണം അമ്മയെ മാർക്ക് കാണിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എത്രയുണ്ട് മാർക്ക്, എത്രയൊക്കെയുണ്ട്? അപ്പം ഇനി നല്ല മാർക്ക് പറയും. 50, 42, 38 അങ്ങനെ എല്ലാം കാണിച്ചു. ഒരു 5-6 വിഷയത്തിന്റെ മാർക്ക് ഇങ്ങനെ പറയും. അപ്പം എനിക്ക് ഭയങ്കര ഞെട്ടല്ലേ. എനിക്ക് ഞാനിങ്ങനെ മനസ്സിലർക്കും വിധിച്ചത് ഇത്രയും വഴക്ക് പറയേണ്ട കാര്യമില്ലായിരുന്നു, ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നു, ഇവനോട് പഠിച്ചോളും. അപ്പം ഇങ്ങനെ മനസ്സിലിങ്ങനെ. എന്നിട്ട് പറഞ്ഞു അമ്മ കമ്പ്യൂട്ടറിന് മാത്രം കുറഞ്ഞു പോയിക്കോട്ടെ. 8 അതിനെ പറ്റി എത്രയുണ്ട് പറഞ്ഞു 10 എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഇന്നപ്പോഴത്തേനും ഇവൻ പറഞ്ഞു ഇത് അരുൺ കെ പുഷ്പാങ്കരന്റെ മാർക്ക്, ഇനി എൻ്റെ മാർക്ക് കേട്ടോ. കാരണം പുഷ്പാങ്കരന്റെ മാർക്ക് അവന്റെ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടികൾ. അവനോട് ആ ദേഷ്യപ്പെടുന്നതിന്റെ പറയുന്നതിന്റെ പ്രതികരണമായിരുന്നു. നമ്മളെ ദേഷ്യം പിടിപ്പിക്കുക. അപ്പൊ അതനുസരിച്ച് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക. അങ്ങനെ ഒരു രസം അത് കണ്ട് രസിക്കുക. അതറിഞ്ഞപ്പോഴത്തേനെ ഇതിങ്ങനെ ഇവന് ഇത് പറഞ്ഞു കേട്ടപ്പോ എന്റെ ദേഷ്യം കൊണ്ട് ഇരച്ചു കയറിയിട്ട്. ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കുന്നതല്ലാണ്. പണ്ടൊക്കെ നമ്മൾ പിള്ളേരെ ചൂടായി നന്നാക്കാമെന്നൊക്കെ വിചാരിക്കും. ഇപ്പോൾ പിള്ളേർ മാതാപിതാക്കളെ ചൂടാക്കി അതെങ്ങനെ തമാശയാക്കാന്ന് വളരെ റിസർച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഡിസ്കഷൻ്റെ ആദ്യ ഭാഗമാണ്. ശരിക്കും മാതാപിതാക്കളുടെ ഈ ചൂടാകലൊക്കെ മക്കളെ അങ്ങനെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും ഒത്തിരി മുറിവുകളൊക്കെ ഉറപ്പായിട്ടും മാതാപിതാക്കളുടെ കോപം മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ഭയങ്കര മുറിവുകളും. ചിലർ റിബലുകളായി പോകുന്നു, ചിലർ സൈലൻ്റ് ആയി പോകുന്നു, വളരെ മൗനികളൊക്കെ ആയി മാറിപ്പോകുന്നു. അതിന് മറുപുറം ഉണ്ടല്ലോ. അതായത് ശരിക്കും നമ്മൾ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ കോപം, അവർക്കുള്ള ഈ കോപം എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അല്ല അവർ വലുതായി വരുമ്പോൾ അവൾ വലിയ വിപ്ലവകാരികൾ മാറും. അതുകൊണ്ട് ജോർജേട്ടൻ ആ ഭാവം നമുക്കൊന്ന് ജോർജേട്ടൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരാണ്. ഞാനിത് വഴിയിൽ ഇങ്ങനെ ബസ് കയറാൻ നിൽക്കുവാണേ. അപ്പോഴത്തേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ ഞാൻ ഡൂ എന്നൊക്കെ വെച്ചൊന്ന് കളിപ്പിച്ച് അവനാണ് വിളിക്കും നീ പോടാ പട്ടിന്ന്.
ഞാൻ ഞെട്ടിപ്പോയി. ലോവില്ലാഞ്ഞോട്ട് രക്ഷപ്പെട്ടു. അല്ല, ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല. ഭാഗ്യം, ഞാനൊരു ആദ്യം വന്ന ബസ്സൊക്കെ ഞാൻ പോയി. കാരണം പിള്ളേർക്ക് പട്ടുപട്ടാന്ന് റെസ്പോണ്ട് ചെയ്യുന്നത്, ഒന്നും ചെയ്യൊന്നും വേണ്ട, ഹായ് ഹൂ എന്നൊക്കെ വെച്ചാണ് ചീത്ത വിളിച്ച്. അപ്പോൾ ഇത് കാരണം എല്ലാ മാതാപിതാക്കൾക്കും ഒരു ബുദ്ധിമുട്ടാണ്. പരസ്യമായിട്ടൊക്കെ ഒത്തിരി നാണം കെട്ടലൊക്കെ അനുഭവിക്കുന്നുണ്ട്. പല ഫംഗ്ഷൻ വെച്ചൊക്കെ പേരൻസിനോടൊക്കെ ഭയങ്കരമായിട്ട് കയർക്കുന്നൊക്കെ കൊച്ചു പിള്ളേർ പോലും. അപ്പോൾ ജോർജ് ചേട്ടാ ഒന്ന് ഈ ഒരു ഭാഗം ഒന്ന് പറയാം. ഞാൻ ഒരു വലിയ ബഹുമാന്യ ഗസ്റ്റായിട്ട് ഒരു IT ഫാമിലിയിലേക്ക് കയറിപ്പോകുന്നൊരു സാഹചര്യം, ചെന്ന് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ രണ്ടുപേരും അവിടെ ഭാര്യയും ഭർത്താവും IT-യിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ രണ്ടുപേരും സ്വാഭാവികമായിട്ടും അവർക്ക് വീട്ടിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടുപേരോട് വലിയ കാര്യമായിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയി സ്വീകരണ മുറിയിൽ ഇരുത്തിയിട്ട് അവർ പെട്ടെന്ന് അടുക്കളയിലോട്ട് രണ്ടുപേരോട് ചാടിക്കയറി എനിക്കെന്തെങ്കിലും ഭക്ഷണമില്ലെങ്കിലും കുടിക്കാനെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചാടിക്കയറുക. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ മോൻ മാത്രം അവിടെ ഇരിപ്പുണ്ട്. അവനെന്തോ ഒരു സാധനം കൈപ്പിടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്നതാണെന്ന് എനിക്കത്ര ഈ ഓൾഡ് ജം ആയത് കാരണം അത്ര പിടി കിട്ടിയില്ല. ഇവനെന്തോ കാര്യം ചെയ്യാം. അപ്പം കുറച്ചു നേരം ഞാൻ ഇവൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ നോക്കിയിട്ട് കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ അവനെ ഇറിറ്റേറ്റ് ചെയ്യത്തക്ക വിധത്തിൽ എന്തോ ഒന്ന് പറഞ്ഞു, ചെറുതായിട്ട് കിട്ടു. ഈ പയ്യൻ അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വെച്ച എന്തെല്ലാം ആക്ഷൻ എടുത്ത് വെച്ചാൽ ഐ വിൽ ഡിസ്ട്രോയ് യു, ഐ വിൽ എലിമിനേറ്റ് യു, ഐ വിൽ ബ്ലാസ്റ്റ് യു. ഇംഗ്ലീഷിനകത്ത് ഇത്രയും നല്ല വാക്കുകളുണ്ടെന്ന്, കൊല്ലാൻ പറ്റിയ വാക്കുകളുണ്ടെന്നുള്ളത് ഞാനിങ്ങനെ അയ്യട. കാരണം ഇവനെ ഞാൻ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്തു. പിള്ളേരെ ചുണ്ടി പിടിപ്പിക്കരുതെന്നാണ് വചനം പറയുന്നത്. ഞാനിങ്ങനെ ചമ്മിയിരിക്കുകയാണ്. ഈ സമയത്ത് ഈ ശബ്ദം കേട്ടോണ്ട് അപ്പൻ അടുക്കളയിൽ നിന്ന് ചാടി ഇറങ്ങി വന്നു. അപ്പോൾ എൻ്റെ ഈ ഇരിപ്പോടെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓർത്തു ഇവൻ്റെ പറച്ചിൽ കേട്ട് ഞാൻ വിഷമിച്ചെന്നാണ്. സത്യത്തിൽ എൻ്റെ പ്രശ്നം നമ്മളെ ചമ്മല. പക്ഷേ പുള്ളി പറഞ്ഞു എന്ത് ചെയ്യാനാ ബ്രദറെ, അവനെ ഈ കാർട്ടൂൺ കണ്ട് അതിനകത്ത് ഏതോ ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞു, ആ കഥാപാത്രമാണെന്നാ അവൻ കരുതുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുകയാണ്. കാർട്ടൂൺ കണ്ട് കാർട്ടൂണിനകത്ത് കോപം എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ്, കോപം പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഈ ഐ വിൽ ബ്ലാസ്റ്റ് യു, ഐ വിൽ കില്ല് യു, ഐ വിൽ എലിമിനേറ്റ് യു ഒക്കെ. അതല്ലാതെ നമ്മളാരും അങ്ങനെ പറയില്ലല്ലോ, നമ്മളാരും അങ്ങനെ ചെയ്യില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞ് വീട്ടിലാണെന്ന്. അപ്പോൾ അവിടെ തൊട്ടൊന്ന് തുടങ്ങാമെങ്കിൽ കോപമുണ്ടാകും. കോപം ഉണ്ടാകുന്നതല്ല പ്രശ്നം, അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം. ഉണ്ടാകാതിരിക്കുക എന്നുള്ളതിനേക്കാൾ എനിക്ക് തോന്നുന്നു അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം. സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം. സമൂഹം അത് അംഗീകരിക്കാവുന്ന സമൂഹത്തിന് അല്ലെ മറ്റുള്ളവർക്കോ അവനോ അവൾക്കോ തന്നെയും മാരകമാകാത്തത്. ഈ വൻ കോലാഹലങ്ങളും ഒച്ചപ്പാടുകളൊക്കെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് വീട്ടിൽ നടക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത്. കയ്യേറ്റങ്ങളും ചീത്ത വാക്കുകളും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല മനോഹരമായ ഡിക്ഷണറിയില്ലാത്ത വാക്കുകളൊക്കെ പഠിക്കുന്നതെല്ലാം വീട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ഞങ്ങളൊരു 2 കൊച്ചന്മാര് നടന്ന് പള്ളിയിൽ സൈഡിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു അമ്മാമ്മ കുഞ്ഞിനായിട്ടൊക്കെ വന്നു. ഞങ്ങൾ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന കൊച്ചിനെ തൊട്ടു. കൊച്ച് ഒരു മൂട്ടം തെറി വിളിച്ചു. അപ്പോൾ ഞാൻ തൊടാഞ്ഞുകൊണ്ട് ഞാൻ സ്വാഭാവികമായി സന്തോഷിച്ചു. ഞാൻ തൊട്ടില്ല, സോദരൻ ഞാൻ ആദ്യം തൊടേണ്ടത്. അപ്പോൾ മറ്റേ പുള്ളി ഇങ്ങനെ ചമ്മി നിൽക്കുക. ഞാൻ ലോവേലല്ല, ആ കൊച്ചിൻ്റെ ലോവേലുമാണ്. അപ്പോൾ ആരും കണ്ടില്ല, ഞങ്ങളെവിടെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നീ ആരോടും പറയണതൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ അയ്യോ മോനെ അങ്ങനെ പറഞ്ഞ് വീണ്ടും തൊട്ടു. നീയല്ല, നിന്റെ വീട്ടുകാരും അതാന്ന് പറഞ്ഞ അടുത്ത് തെറി. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ 2 വാക്കുകൾ എവിടെ നിന്ന് വന്നു. മിക്കവാറും അപ്പം വിളിക്കുന്നതായിരിക്കും, ആദ്യം അമ്മേനെ വിളിക്കും, പിന്നെ അമ്മയുടെ വീട്ടുകാരെ വിളിക്കുമായിരിക്കും. ഈ വാക്കുകൾ, എക്സ്പ്രഷൻസ്, ഈവൻ കഥ കടക്കുന്നു, ഇടിക്കുന്നു, എല്ലാം കുഞ്ഞുങ്ങൾ ഡിറ്റോ ആയിട്ട് മാതാപിതാക്കളിൽ നിന്ന് കോപ്പി ചെയ്ത് തന്നെ പഠിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കോപിക്കാം കേട്ടോ. കോപിക്കണം തിരുവചനം പറയുന്നില്ല, കോപിക്കാം, മനോഹരമായിട്ട് വിശുദ്ധമായിട്ട് കോപിക്കാം. അതിലേക്ക് നമ്മൾ ഉറപ്പായിട്ട് സംസാരിക്കും. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നോട് കേൾക്കാം. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള കുഞ്ഞു കലഹങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഈ ഭാഗത്തു നിന്നുണ്ടായ ദേഷ്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒന്ന് പറയാമോ? അങ്ങനെയാണ്. ഇപ്പം ഒരു സംഭവം ഞാനിങ്ങനെ ഓർക്കുകയാണ്. എൻ്റെ മോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് ചെറുത് 1-ലോ 2-ലോ ആണെന്ന് തോന്നുന്നു പഠിക്കുന്നത്. അപ്പം വൈകിട്ട് ഞാൻ ഇവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ സാധാരണ ഇവർ 2 പേരും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. മോൻ കൂട്ടിക്കൊണ്ടാണ് മോളെയും കൊണ്ട് വരുന്നത്. 2 പേരും ഒരുമിച്ച് കയറി വരും. പക്ഷേ അന്ന് ഇവള് തന്നെ വന്നുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ മോൻ എൻ്റെ എന്ന് ചോദിച്ചു. അപ്പം ഇവള് പറഞ്ഞ് കണ്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങ് പോന്നു, അവനെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറേ അധികം സമയം ആയിട്ട് ഇവനെ കാണുന്നില്ല. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ കയറി വന്നു. ഇവൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഭയങ്കര പേടിച്ചരണ്ട് അനീത്തിനെ കാണാതെ പോയി. അപ്പോൾ അനീത്തിനെ കാണാത്ത പക്ഷം വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ എന്തു പറയും? കാരണം അവൻ്റെ ഉത്തരവാദിത്വമാണ് അവളെ കൂട്ടിക്കൊണ്ട് വരിക, നോക്കുക എന്നുള്ളതൊക്കെ അവൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അവൻ കയറി വന്നപ്പോഴത്തേനും അതിനോട് ചോദിച്ചു, അന്നമോളെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്
ഭയങ്കരമായിട്ട് കാറിക്കൊണ്ട് വരുവാണ്. അപ്പം അന്നേരം ഞാൻ പറഞ്ഞു ഇവിടെ നേരത്തെ വന്നല്ലോ, കൊച്ചു നേരത്തെ വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇവനങ്ങോ ദേഷ്യം വന്ന് ധാർമ്മിക ദേഷ്യം വരുമല്ലോ. നമുക്ക് അവനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് എടീന്ന് പറഞ്ഞുകൊണ്ട് അവളെ അങ്ങോട്ട് പിടിച്ച് പിന്നെ ഞാൻ തന്നെ ഇടപെട്ട് ശരിക്കും അവക്കിട്ട് ഒരു തല്ല് കൊടുക്കേണ്ട കാര്യം ഉണ്ടല്ലോ. അവനെ സമാധാനിപ്പിക്കാനാണെങ്കിലും ഞാനൊരു തല്ല് കൊടുക്കണം. കാര്യം അവക്കിട്ട് ഒരു അടിയും വെച്ച് കൊടുത്തു. മേലിൽ ഇങ്ങനെ കാരണം നീ ചേട്ടനെ നോക്കി നിൽക്കേണ്ട കടമ നിൻ്റേതായിരുന്നു. അവൻ ഇത്രയും നേരം നിന്നെ വെയിറ്റ് ചെയ്തു. എത്രയോ അധികം സമയം അവൻ്റെ മനസ്സ് വിഷമിച്ചു. ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ അവനെ വഴക്ക് പറയും. അപ്പം നീ തന്നെ അവനോട് ചെന്ന് ക്ഷമ പറയണം, ഉമ്മ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് അത് സമാധാനിപ്പിച്ച്. ന്യായമായ കാര്യങ്ങളായിരിക്കും. നമുക്ക് ഈ ന്യായം അന്യായം അതിൻ്റെ അതിരെവിടെയാണെന്നൊന്നും എന്നോട് അത് കണ്ടുപിടിക്കുക. എനിക്ക് ആ കണ്ടുപിടുത്തത്തേക്കാൾ എനിക്ക് തോന്നുന്നത് അവരെന്തുകൊണ്ട് കോപിച്ചു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് കോപിക്കാൻ അവർക്കൊരു കാരണമുണ്ട്. നമുക്കത് മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അവർക്കൊരു കാരണമുണ്ട്. നമ്മളവരെ മനസ്സിലാക്കുന്നു എന്ന് നമ്മളൊന്ന് പ്രകടിപ്പിച്ചാൽ തന്നെ പകുതി കാര്യങ്ങൾ. ഉദാഹരണമായി ഇപ്പോൾ ഈ മോൻ തന്നെ ഇങ്ങ് വന്നു, അവൾ വന്നായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അവനുണ്ടാകുന്ന കോപം നമുക്ക് മനസ്സിലാകും. നമ്മളത് മനസ്സിലാക്കുന്നു. എടാ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അങ്ങനെ തന്നെ എക്സ്പ്രസീവ് ആയിരുന്നു എന്നോ, സ്നേഹത്തിന്റെ പുറത്താണ് ആ കോപം വന്നത്. ചേർത്ത് പിടിച്ച് അവനെ ഒന്ന് നീ ശരിക്കും നീ നല്ലൊരു ആങ്ങളെ ആയതുകൊണ്ടാണ്, അല്ല നീ നല്ല ചേട്ടനെ ആ ഒരു ഇപ്പം വാക്കുകൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, അല്ലെ നമുക്ക് ഓരോരുത്തും മാറും. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ പണ്ടോടെ വന്നു പോയ കാസർഗോഡ് നിന്ന് വന്നു പോയ ദീപ ചേച്ചി പറഞ്ഞ അനുഭവം ഓർക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് മിക്കവാറും പിള്ളേർ ദേഷ്യപ്പെട്ടൊക്കെ വരുന്നത്. സ്കൂളിൽ ഉണ്ടായി അടിപിടിയും പ്രശ്നങ്ങളും കുറേ ഇഷ്യൂസൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ വൈകുന്നേരം ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് മകൾ ഇങ്ങനെ നല്ല ദേഷ്യപ്പെട്ട് വന്നു. അപ്പോൾ അവൾ ദേഷ്യപ്പെട്ടത് കട്ട ദേഷ്യമാണ്. അപ്പോൾ അപ്പം തന്നെ മനസ്സിലായി ദേഷ്യം. അപ്പം അമ്മ ആദ്യം അടുത്തൊക്കെ പിടിച്ചിരുത്തി. അപ്പം തന്നെ അവൾ കൊതറി മാറി നന്നായിട്ട് പിടിച്ചടുത്തിരുത്തി. അപ്പം തന്നെ മനസ്സിലായി എന്തോ മുറിവുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അപ്പോൾ കാര്യമായിട്ട് ചേർത്ത് പിടിച്ചപ്പോഴത്തേക്ക് കൊതറാന്ന് ചോദിച്ചു വീണ്ടും കെട്ടിപ്പിടിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു. ആദ്യം കൊതറി, പിന്നീട് പൊട്ടിക്കരഞ്ഞു. പിന്നീട് അമ്മയോട് ആ ദേഷ്യമൊക്കെ കുറച്ച് പ്രകടിപ്പിച്ചു. കുറച്ച് ഇടിമിച്ച് മാന്തൊക്കെ കൊടുത്തു. പിന്നെ പതുക്കെ കരഞ്ഞ് അത് തീർന്നു. ഇതെനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലൊക്കെ കുറച്ച് നേരമൊക്കെ മാതാപിതാക്കൾ മക്കളുടെ കൂടെ എല്ലാ ദിവസവും ചെലവഴിക്കേണ്ട കാര്യം കൂടിയത്. അല്ലെ അവരുടെ കുറേ ദേഷ്യങ്ങളൊക്കെ കുറച്ച് എക്സ്പ്രസ് ചെയ്ത് തീർക്കാനും കുറച്ചുകൂടിയൊക്കെ പ്രകടിപ്പിക്കാനും. സ്കൂളിൽ കിട്ടിയ കുറേ മുറിവുകളും ദേഷ്യപ്പെടാൻ പറ്റാത്ത അവസ്ഥ. സ്കൂളിലൊക്കെ ദേഷ്യപ്പെട്ട വിവരം അറിയുമല്ലോ. ഒന്നുകിൽ കൊട്ടേഷൻ വരെയൊക്കെ പിള്ളേർ ഇപ്പോൾ അറേഞ്ച് ചെയ്തു ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് പേടിക്കണം. അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ തന്നെ പിടിച്ച് ഒത്തിരി പണിഷ്മെന്റ് ഒക്കെ ഇടും. അതുകൊണ്ട് പിള്ളേർ പലപ്പോഴും സപ്രസ് ചെയ്ത് കുറേ തലവേദനയും കുറേ അസുഖമൊക്കെ ആയിട്ട് അങ്ങ് ആകെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. ഞാൻ ഇവിടുന്ന് ജോറിനോ ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ബൈബിൾ പറയുന്നുണ്ടല്ലോ കോപിക്കാം, പക്ഷെ നിന്റെ പാപം ചെയ്യരുത്, നിന്റെ കോപം സൂര്യാസ്തമയം വരെ നീണ്ടുപോവുകയും വരുത്. എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളുടെ കോപവും ഇതൊക്കെ ആയിട്ട് കുറച്ച് ബന്ധപ്പെടുത്തി നമുക്ക് സംസാരിക്കാൻ നിന്നു. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണ്. ഈ വചനം വളരെ ഇതാണ്. ഏറ്റവും രസകരമായ ഒരു ആത്മീയോപദേശമാണ് തീർച്ചയായിട്ടും അത്. പക്ഷേ അത് വളരെ മനഃശാസ്ത്രപരമായ ഉപദേശമാണ്. ഒത്തിരി ആഴമേറിയ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും ആത്മാവിനെയും എല്ലാം ബാധിക്കുന്ന ഒരു വചനമായിട്ട് നമ്മളത് മനസ്സിലാക്കിയെടുക്കണമെന്ന് ഇരിക്കുന്നു. കോപിക്കാം, കാരണം കോപം ഒരു വികാരമാണ്. വികാരം എന്ന് പറയുമ്പോൾ തന്നെ കടന്നു പോകുന്നത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, വാക്കിൻ്റെ അർത്ഥം കടന്നു പോകുന്നത്. മറ്റേത് സ്വഭാവം, സ്വന്തം ഭാവം. നമ്മൾ പറയല്ലേ നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്, പക്ഷെ ദേഷ്യം വന്നാലുണ്ടല്ലോ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം ദേഷ്യം അയാളുടെ വികാരമാണ്, സ്നേഹമുള്ളത് അയാളുടെ സ്വഭാവമാണ്. സ്വഭാവമാണ് ശരിയായ ഒരവസ്ഥ. അതിൽ നിന്ന് വരുന്ന ഒരു അനക്കമാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ഒരു ആൾട്രേഷനാണ്, ഒരു ചെരിവൊക്കെയാണ് ഈ സംഭവം. ഇത് ഇത് അയാളിൽ സംഭവിച്ചു പോവുകയാണ്. അത് നമ്മൾ അംഗീകരിക്കണം. അയാളും സ്വയവും അംഗീകരിക്കണം. ഞാൻ പറഞ്ഞത് കണ്ടു നിൽക്കുന്നവരും അതൊന്ന് അംഗീകരിക്കണം, അതങ്ങനെയാണ് എന്ന്. ഇനി ഇത് അതിനുള്ള അവസരവും അതിനുള്ള രീതിയും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പരിശീലിപ്പിച്ചു കൊടുക്കുക. ഇനി പാപമാകുന്നത് എപ്പോഴാണ്? ദേഷ്യം വന്നപ്പോൾ ഞാൻ അവൻ്റെ കർണക്കുറ്റിക്ക് ഒരെണ്ണം ഇട്ട് കൊടുത്തു, പാപമായി. ദേഷ്യം വന്നു, ഞാൻ 4 തെറി പറഞ്ഞു, അവൻ്റെ അപ്പന് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ അവനെ ഹർട്ട് ചെയ്യത്തക്ക വിധത്തിൽ പറഞ്ഞു, പാപമായി. അപ്പൊ ഇവിടെ എങ്ങനെ പാപമാകാതെ ഈ കോപിക്കാം, വിശുദ്ധമായിട്ട് എങ്ങനെ പറയുമ്പോ ദേവി മാതാപിതാക്കളൊന്നും നമ്മളെ ചീത്ത വിളിക്കാൻ വരരുത്. കുഞ്ഞുങ്ങളെ എങ്ങനെ വിശുദ്ധമായിട്ട് കോപിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇനി പോകുന്ന സെഷൻ. സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോപിച്ചുകൊണ്ടിരിക്കുന്നത് മോനെ അങ്ങനെയല്ല അത് ചെയ്യേണ്ടതെന്ന് നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ആദ്യമേ കാണിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ
പറച്ചിലൊക്കെ വെറുതെ ആവും. പക്ഷേ പ്രവൃത്തിയും വാക്കിൻ്റെ സപ്പോർട്ടും കൂടെ ചിലപ്പോൾ വേണ്ടി വരും. അത് അങ്ങനെയല്ലായിരുന്നു, നിനക്കത് ഇങ്ങനെ ചെയ്യാമായിരുന്നു, നിനക്ക് ദേഷ്യം വന്നു, എനിക്കത് മനസ്സിലായി. പക്ഷെ ദേഷ്യം വന്നപ്പോൾ നീ ഉടനെ ചേട്ടനെ ഇടിക്കേണ്ട കാര്യമില്ലായിരുന്നു, നിനക്കത് ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ഒന്നുകിൽ എന്നോട് ഒന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ചില ഗൈഡൻസ് ഒക്കെ കൊടുക്കുക. ഇവിടെ വീട്ടില് ഇങ്ങനെ ഈ കുട്ടികൾ തമ്മിൽ ചിലപ്പോൾ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കി ഇവർ ഭയങ്കര ദേഷ്യം തമ്മിൽ അങ്ങോട്ടും ഇടപെടുക ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഒരു പരിധി വിടുന്നുണ്ടോ നമ്മൾ വാച്ച് ചെയ്യും. അപ്പോൾ അവർ അത് തന്നെയല്ല കഴിവതും അവരെ കൊണ്ട് തന്നെ അത് സോൾവ് ചെയ്യിക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടപെട്ടത് ഇത് പലപ്പോഴും അവർ തന്നെ സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അവരെ അത് ക്ഷമ പറയാനും ജോർജിട്ടും പറഞ്ഞ പോലെ ഇതിന്റെ പ്രധാനപ്പെട്ട വാച്ച് ചെയ്യാൻ ആൾ വേണം. അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് വാച്ച് ചെയ്യാൻ ആൾ വേണം. രണ്ട് വീട്ടില് 3-4 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ, മൂത്തവർക്കൊക്കെ താഴെ നോക്കിയിരിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെടണത്തിന് അയലോക്കത്ത് പോയിട്ട് ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മുടെ ഈ കലാപരിപാടി ഒന്നും നടന്നു വരും. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്ന മാതാപിതാക്കൾ ഇടപെടുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന മാതാപിതാക്കൾ, ഞാൻ എൻ്റെ പ്രവർത്തനം തെറ്റില്ലാത്തതായിരുന്നില്ല, വിധി പ്രസ്താവിക്കും. നീയാണ് ശരി ചെയ്തത്, നിന്റെ ഭാഗത്ത് തെറ്റാണ്. ഇത് വാസ്തവത്തിൽ അവിടെ ഒരു അൺവാറണ്ടഡ് എന്നേ നമുക്ക് പറയാൻ പറ്റില്ല. അത് അവിടെ ആരും പ്രതീക്ഷിക്കുന്നോ ഇതൊന്നുമില്ല. നമ്മൾ കോടതിയിലല്ല നിൽക്കുന്നത്, നമ്മൾ വീട്ടിലാണ് നിൽക്കുന്നത്. ഒരാൾ ചെയ്തു, ഒരാൾക്ക് ദേഷ്യം വന്നു, ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. ഇതിൽ ആര് ശരി ആര് തെറ്റ്, അതിന് എത്ര ശിക്ഷ അർഹിക്കുന്നു, ഇതൊന്നും ഇവിടെ വിധിക്കേണ്ട കാര്യമൊന്നുമില്ല. അസലും ദേഷ്യപ്പെട്ടവൻ്റെ ദേഷ്യം നമുക്ക് മനസ്സിലായി. നമുക്ക് മറ്റവനോട് പറയാം, അങ്ങനല്ലോ നീ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ അവന് ദേഷ്യം വന്നത്, അല്ലേ, പോട്ടെ, നിനക്കൊരു സോറി പറയാൻ മേലെ അവനോട്. അപ്പോൾ പോട്ടറ, അവൻ അത് ഉദ്ദേശിച്ചല്ല, ഇങ്ങനെ ഉദ്ദേശിച്ച, അവനൊരു തമാശ ഉദ്ദേശിച്ച അങ്ങനെ ചെയ്തത്, അല്ലെ, അങ്ങനെയാ അങ്ങനെ ഇവർക്ക് തന്നെ അതെങ്ങനെ ഒരു ഗൈഡ് ലൈൻ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഈ കോപമൊക്കെ ചിലപ്പോൾ എനിക്കറിയാം. ഒരു വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടത്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, കൊച്ചു പറയാണ്, കൊച്ചിന്റെ അത് ഞാൻ കേട്ടിട്ടുണ്ട് പിള്ളേരോട്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഭയങ്കര സ്ക്വയർ ലാംഗ്വേജ് പറയുമ്പോൾ നമുക്കൊരു തമാശ തോന്നും. പക്ഷേ അതാണ് ആ കൊച്ചിന് വീട്ടിൽ കിട്ടിയ ട്രെയിനിങ്. ഇത് തന്നെയല്ല, എല്ലാവരും കെയർഫുൾ ആവും ദേഷ്യം വരാനുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി. അത് നല്ലൊരു മൂവ്മെന്റ് ആണ്. എതിർ കക്ഷി അല്ലെങ്കിൽ അത് അനിയനോ ചേട്ടനോ അല്ല, അയാൾക്ക് കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഇനി അവനെ ഫർദർ പ്രകോപിപ്പിക്കരുതെന്നൊക്കെയുള്ള മെസ്സേജ് കിട്ടി. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ. ചേട്ടൻ പറഞ്ഞോണ്ടെങ്കിൽ മനോഹരമായ അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു വീട്ടില് പിള്ളേർ തമ്മിൽ മുട്ടനടിയാണ്. മുട്ടനടി എന്ന് പറഞ്ഞാൽ ചോര പൊടിയുന്ന അടിയൊക്കെ കഴിഞ്ഞു, ഉടുപ്പൊക്കെ വലിച്ചു കീറി എല്ലാം കഴിഞ്ഞ് അപ്പൻ്റെ അമ്മയുടെയും കോടതി മുറിയിൽ മക്കൾ നിൽക്കുകയാണ്. അപ്പൊ അമ്മയാണ് വിധി പ്രസ്താവിക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഇടി കിട്ടിയവന് വളരെ നല്ല പ്രതീക്ഷയുണ്ട്, ചേട്ടന് പണി കിട്ടും, അവനെ ഇന്ന് അത്താഴം മുടക്കും, അത് ഇതുവരെ ഇതൊക്കെ ഒരു വൻ പ്രതീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരമ്മയുടെ അനിയൻ ഇടി കൊണ്ട് അനിയൻ നന്നായിട്ട് കരഞ്ഞു നിൽക്കുക. നിനക്ക് ദേഷ്യമുണ്ടോ ചേട്ടനോട്? എനിക്ക് തരും, മുഖം പോലും പറ്റുന്നില്ല, കലിച്ചാണ് ദേഷ്യമുണ്ട്, മൂക്കട്ടൊക്കെ ചീറ്റിട്ടാ പറഞ്ഞു, എനിക്ക് നല്ല ദേഷ്യമുണ്ട്. അതുപോലെ ഇടി നടന്ന്, നിനക്ക് നല്ല ദേഷ്യമുണ്ടോ? ഉണ്ടെന്നല്ല അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മയോട് ചൂടാൻ തുടങ്ങി, നിനക്ക് ചേട്ടന് ശിക്ഷ കൊടുക്കണോ? ശിക്ഷ കൊടുക്കാതെ ഇവിടെ ഒരു പണി നടക്കത്തില്ല. ഉറപ്പാണോ? ഉറപ്പാ, എന്നാ ശിക്ഷ പ്രസ്താവിക്കുന്നു, പോയി കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തു. എല്ലാവരും പൊട്ടിച്ചിരിച്ച്. അതുവരുടെ സിറ്റുവേഷൻ മാറി. അമ്മ വിധി പ്രഖ്യാപിച്ചതാണ്, നിനക്ക് ദേഷ്യമുണ്ട്, ചേട്ടൻ പോയി കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തോളെ. വലിയ പറ്റത്തില്ലല്ലോ, അവൻ ചാടി പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു, സിറ്റുവേഷൻ തീർന്നു. ഇത്രയേ ഉള്ളൂ പിള്ളേരെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ. കേട്ടിരുന്നിട്ട് രണ്ടുപേരെ മനസ്സിലാക്കുക, രണ്ടുപേർക്കും മുറിവ് പറ്റാത്ത രീതിയിൽ ശിക്ഷ കൊടുക്കുക. അടിച്ചു പിടിക്കാനായിട്ട് അവരെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയോ, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ്, കോപം ഉണ്ടാകരുത്. കോപം ഉണ്ടാകാതിരുന്നാൽ നല്ലതാണ്, മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കോപം ഉണ്ടായിട്ട് അത് കടിച്ചു പിടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പ്രസ് ചെയ്യണം, പക്ഷേ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വിധമുണ്ട്. ആരോടാണ്? ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും ഇപ്പം നല്ല മൂത്തവരോട് ദേഷ്യപ്പെടുന്ന അത് അവരെ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പലപ്പോഴും. അതായത് നിങ്ങൾ അത് ചേട്ടനാണ് അല്ലെങ്കിൽ ചേച്ചിയാണ്, അപ്പോൾ നിങ്ങൾ ആ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പറയുക, ദേഷ്യം പ്രകടിപ്പിക്കുക ചെയ്യാം. ദേഷ്യപ്പെടുന്ന എല്ലാ സ്റ്റൈലും നോക്കിക്കേ, അപ്പുറം പോലെ തന്നെ മക്കൾ ദേഷ്യപ്പെടും. അതേ വാക്ക്, അതേ പ്രവൃത്തി, അതേ ആക്ഷൻ. നാട്ടുകാരൊക്കെ പറയത്തില്ല അപ്പൻ്റെ മുഖം പോകുന്നു, അല്ല അമ്മയുടെ പോലെ മക്കൾ കൃത്യമായിട്ട് എല്ലാ രീതിയിലും അവർ ഈച്ചക്കോപ്പി എന്നൊക്കെ പറയുന്ന ഫോളോ ചെയ്ത് എടുത്തുകൊണ്ടേയിരിക്കും. ഇനി ഇതിനേക്ക് ആ വചനത്തിൻ്റെ അവസാന ഭാഗം അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ കാര്യം അത്ര പ്രസക്തമല്ല ഇവിടെ എന്ന് തോന്നുന്നു. അതുകൂടെ പറഞ്ഞില്ലത് പൂർണ്ണമാകലെന്ന് തോന്നുന്നു. കോപിക്കുക, പാപം ചെയ്യരുത്, അവിടം വരെ നമ്മൾ പറഞ്ഞു തന്നു. സൂര്യാസ്തമനം വരെ നിന്റെ കോപം സൂക്ഷിക്കുകയും ചെയ്യരുത്. ഇത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മനഃശാസ്ത്രം സമ്മതിക്കുന്നതല്ല, നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമാണ്. കാരണം ഒരു കോപം നമ്മൾ അത് അടങ്ങാതെ എക്സ്പ്രസ് ചെയ്യാതെയും അത് തീരാതെയും സെറ്റിൽ ചെയ്യാതെ സൂര്യാസ്തമനത്തിന്, അതായത് ഉറങ്ങാൻ നമ്മൾ ഇടയായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോധമനസ്സിൽ നിന്ന് അബോധ മനസ്സിലേക്ക് തള്ളപ്പെടും. അവിടെ കിടന്ന് പിന്നെ ഇത് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങും.
ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും നമുക്കൊന്നും അറിയില്ല. ചിലപ്പോൾ ആ വ്യക്തിയോട് അകാരണമായ ഒരു വിദ്വേഷമായിട്ട് വരാം. അവിടെ മാത്രമൊന്നുമല്ല, ഞാൻ ഞാൻ കൗണ്ടറിലിരിക്കുന്നൊരു സമയത്ത്, ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് അടുത്തുള്ള സമയത്ത് ഒരാൾ വന്ന് ഇങ്ങനെ അകാരണമായിട്ട് എന്നോട് കോപിക്കാൻ തുടങ്ങി. നിസ്സാരമായ കാര്യത്തിനോ അല്ലെങ്കിൽ കാര്യമില്ലാതെ തന്നെ ഇയാൾ തുടർച്ചയായിട്ട് എന്നോട് കോപിക്കാൻ തുടങ്ങി. എന്നൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും പുള്ളി ചെയ്യുന്നില്ല, ഇത് എന്നോട് മാത്രം. അപ്പം എന്നോടൊരു പ്രത്യേക വൈരാഗ്യം വരേണ്ട കാര്യമില്ല. ഞാൻ ഒരു നിമിഷം അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞപ്പം നീ അടുത്ത് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്നാ നിങ്ങൾ അപ്പരുമായിട്ട് എന്നാ പ്രശ്നം എന്നാന്ന് ചോദിച്ചു. അയാളൊന്ന് അപ്പം ഞാൻ ഏതാണ്ട് ഒരു ഇങ്ങനെ ഈ കൈതോട്ടക്കാരൻ്റെ ഒരു ലെവലിലേക്ക് കണ്ടപ്പോൾ അപ്പനൊരു ബഹുസാദൃശ്യമൊക്കെ തോന്നിയല്ലേ? അപ്പം അതിനെ അങ്ങനെ ചോദിച്ചു. അല്ലെ അപ്പൻ ഇതുപോലെ എന്നെപ്പോലെ നല്ല നരച്ചയാളല്ലേ? അതെ. കാര്യം പറഞ്ഞു, നിങ്ങൾ ഇത്രയും നേരം എന്നോട് കോപിക്കാനുള്ള കാരണം അപ്പൻ്റെ ഇമേജ് എൻ്റെ മുഖത്ത് വന്നതുകൊണ്ടല്ല, ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തത് കൊണ്ടല്ല. പുള്ളിയും പെട്ടെന്നൊരു ചിരിച്ച് സംഭവം അങ്ങ് മാറി. ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ അത് സത്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ അത് പെട്ടെന്ന് റെക്കൺസിൽ ചെയ്യാതെ ഒരു കിടന്നു പോയത് അപ്പനോടുള്ള പ്രശ്നമാണ്. പക്ഷെ ഇപ്പം വഴിയിൽ ബാങ്കിലിരുന്ന് പോകുന്ന എല്ലാവർക്കും അത് നരച്ചു. കാരണം ആ ഇമേജ് കിട്ടി. അതിപ്പോ എന്നാന്ന് പറയാൻ പറ്റില്ല, മൂക്ക് നീണ്ടിരിക്കുന്നതാകാം, മീശ ക്ലീൻ ഷേവ് ആയിരിക്കാം. ഒരു വികാരിച്ചനോടുള്ള പ്രശ്നം ക്ലീൻ ഷേവുകാരോട് തീർക്കാം. അപ്പൊ ഇതൊന്നും നമുക്ക് പിന്നെ കൺട്രോൾ ഇല്ലാതെ ഇപ്പൊ എന്തുകൊണ്ടാന്ന് നമുക്കും അറിയത്തില്ല. ചേട്ടാ അങ്ങനെ ആയിപ്പോയതല്ല. അപ്പോൾ സൂക്ഷിക്കുക. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആഴപ്പെടാതിരിക്കാൻ ഉറങ്ങുന്നതിന് മുമ്പേ പറ്റുമെങ്കിൽ അയാളോട് തന്നെ പറഞ്ഞൊന്ന് സെറ്റിലാകുക. അതിന് യാതൊരു സാഹചര്യവും ഇല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ ഇരുന്ന്. ഇത് തന്നെയാണല്ലോ കർത്താവ് പറഞ്ഞത്, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോടോ നിനക്കോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെക്കൺസിൽ ചെയ്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞേ. നമുക്ക് നമ്മുടെ സമയപരിമിതി മൂലം നമുക്കിവിടെ നിർത്തേണ്ടി വരികയാണ്. ഈ മനോഹരമായ കുടുംബങ്ങൾക്ക് ഒത്തിരി കൺസ്ട്രക്റ്റീവായിട്ട് ഉപകാരപ്പെടുന്ന ഈ ഒരു കുഞ്ഞു ഡിസ്കഷൻ നമ്മൾ ഉറപ്പായിട്ട് ഇത് തുടരുന്നതായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയയും കൂടിയാണല്ലോ. 2 വ്യക്തികളെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ വ്യക്തി മോശയാണ്, രണ്ടാമത്തെ വ്യക്തി യോഹനാനാണ്, കുഞ്ഞു യോഹനാൻ ബൈബിളിലെ. ഈ 2 പേരും ഈ മേഖലയിൽ വളരെ വിജയിച്ച മനുഷ്യരായിരുന്നു. മോശയെ നമുക്കറിയാമല്ലോ. മോശ ആദ്യം വളരെ ഉന്മേഷവാന യുവാവായിരുന്ന സമയത്ത് ഒരു ഈജിപ്തുകാരൻ ഇസ്രായേൽക്കാരനെ വഴക്കിടുന്ന കണ്ടിട്ട് അവൻ അടിച്ചു കൊന്നു. പിന്നീട് മോശയെ ദൈവം തിരഞ്ഞെടുത്തതിന് ശേഷം ഇസ്രായേൽ ജനം മോശ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവർ സ്വർണ്ണമൊക്കെ ഉരുക്കി കാളക്കുട്ടീനെ ഉണ്ടാക്കി അവർ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇറങ്ങി വന്നിട്ട് ദേഷ്യം വന്നിട്ട് ആ കാളക്കുട്ടിയെ തല്ലിപ്പൊടിച്ച് വെള്ളത്തിൽ കലക്കി അതവരെ കൊണ്ട് കുടിപ്പിച്ചു. അവിടുന്ന് ഫറവോനൊക്കെ വെല്ലുവിളിച്ചു, ശക്തമായ ഭാഷ വെല്ലുവിളിച്ചിട്ടാണ് എൻ്റെ പട്ടി പോലും വന്ന് തിരിഞ്ഞു നോക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് മോശ ഇറങ്ങിപ്പോയി. ഇത്രയും ചൂടനായിരുന്നു. പിന്നീട് അവസാന ഭാഗത്ത് മോശയെ പറ്റി പറയുന്നത് സൗമ്യനായ മോശം എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ ഹൃദയം കിട്ടിയ മോശം എന്നൊക്കെ പറയുന്നത് സൗമ്യനായ മോശ. ഇതെവിടെ മാറ്റം വന്നേ? മാറ്റം വന്നത് അവൻ മുഖാമുഖം കർത്താവിനെ കാണുന്നുണ്ട്. കൂടാരത്തിൽ പോയി അവൻ അനേക മണിക്കൂർ ഇരിക്കുന്നുണ്ട്. കർത്താവിനെ കണ്ട് 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 അവൻ്റെ രൂപവും അവൻ്റെ ചിന്തയും അവൻ്റെ ഹൃദയമൊക്കെ മാറിപ്പോവുക. ഇത് ഉറപ്പായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട കാര്യമാണ്. ഹീലിംഗ് കിട്ടേണ്ട മേഖലയത്. രണ്ടാമത്തെ കാര്യം കുഞ്ഞു യോഹന്നാനാണ്. യോഹന്നാൻ നമ്മൾ ഏറ്റവും ക്യൂട്ടായിട്ട് കഥാപാത്രം ബൈബിളിൽ, ഏറ്റവും ചുള്ളനായ കഥാപാത്രം ബൈബിളിൽ, ഈശോയുടെ ശിഷ്യന്മാരിൽ. പക്ഷേ ആൾ നല്ല തരികടയായിരുന്നു, നല്ല ചൂടനായിരുന്നു. സമരിയ ദേശത്തൂടെ ഈശോ ശിഷ്യന്മാരുടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് സമരിയക്കാരെ ഈശോനെ സ്വീകരിച്ചില്ല. ബാക്കി എല്ലാവർക്കും കനത്ത സ്വീകരണമാണ്, ഈശോയ്ക്കും ശിഷ്യന്മാർക്കും. സമരിയയിൽ ഈശോനെ സ്വീകരിച്ചില്ല. അപ്പോൾ കുഞ്ഞു യോഹന്നാൻ പറയുന്നുണ്ട്, ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കിയവരെല്ലാം കരിച്ചു കളയട്ടെ എന്ന്. എവിടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാത്തതിൻ്റെ പേരിൽ 10,000 പേരെ കരിച്ചു കളയട്ടെന്ന് ചോദിക്കുന്നത്. ഈ യോഹന്നാൻ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, മരണത്തിന് മുമ്പൊക്കെ യോഹന്നാൻ സ്നേഹം എന്നാണെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിന് സ്നേഹത്തിന് സുവിശേഷം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നറിയാവോ? അന്ത്യത്താഴ് വേളയിൽ ആദ്യ കുർബാന കർത്താവ് അർപ്പിച്ച ദിവസം ആദ്യ കുമ്പസാരം നടത്തിയത് യോഹന്നാനായിരുന്നു. യോഹന്നാൻ ഈശോയുടെ തിരുവിലാവിലേക്ക് ചാരി കിടക്കുന്ന മനോഹരമായ ചിത്രമുണ്ട് അന്ത്യത്താഴത്തിൽ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇതാണ് ആദ്യത്തെ കുമ്പസാരം ഭൂമിയിൽ. നമ്മൾ കുമ്പസാരക്കുള്ളിലേക്ക് ചാരി കിടക്കുന്ന പോലല്ലേ യോഹന്നാൻ ഈശോയുടെ തിരുവിലാവിലേക്ക് ചാരി കിടന്നത്. ഈ കോപം എന്നൊരു ശീലമുള്ളവർ, ആ ദുശീലമായിട്ട് വളർന്നു പോയവർ മൂലഭാവമാകുമ്പോൾ അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ കുമ്പസാരമാണ്. തെറ്റ് പറ്റുമ്പോൾ ഓടിപ്പോയി കരുണയുള്ള കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ചാരിക്കിടക്കുക. അവൻ പതുക്കെ പതുക്കെ അതെടുത്ത് മാറ്റിക്കൊള്ളും. തുടർച്ചയായിട്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ പോയി മണിക്കൂറോളം മോശയെ പോലെ ഇരിക്കുക. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വിശുദ്ധ കുമ്പസാരത്തിലൂടെ കടന്നു പോവുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ വിശുദ്ധ കുർബാനയിൽ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ മൂലഭാവത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മോചനം, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കുടുംബത്തിന് മുഴുവൻ മോചനം കിട്ടും. നമുക്കൊരു നിമിഷം ഒന്ന് ചേർന്ന് നമുക്ക് ഈ നിയോഗത്തിനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ മക്കളൊക്കെ ചേർത്ത് പിടിച്ചേ. പലപ്പോഴും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ദേഷ്യപ്പെട്ടതുകൊണ്ടും കോപിച്ചതുകൊണ്ടും ഒത്തിരി മുറിവുകളൊക്കെ കിട്ടിയ കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൽ.
ചിലപ്പോൾ അവർ ഉദരത്തിലായിരുന്ന കാലം മുതലൊക്കെ തന്നെ ഈ മുറിവുകൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരിക്കും. ഒത്തിരി മുറിവുകൾ അവർ പേറി അവർ പലയിടങ്ങളായിട്ട് കൊടുക്കാൻ പോലും തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതും കൂട്ടുകാരോട് ദേഷ്യപ്പെടുന്നതും നിങ്ങളോട് തറുതല പറയുന്നതും ഒക്കെ എപ്പോഴും ഒത്തിരി മുറിവുകളായിട്ട് മാറുന്നുണ്ടായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു രാത്രി ഭയങ്കര ഹീലിങ്ങിൻ്റെ, ഭയങ്കര ശാന്തിയുടെ രാത്രിയായി മാറട്ടെ. അവരെല്ലാവരും ഈ നിമിഷം തന്നെ നിങ്ങളുടെ ഈ കരവലയത്തിൽ വെച്ച് തന്നെ കർത്താവിൻ്റെ മുറിവേൽക്കപ്പെട്ട കരങ്ങളാൽ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. മാതാപിതാക്കൾ ഹൃദയമൊരുക്കി പ്രാർത്ഥിക്കട്ടെ. മക്കളെ ഈ ഒരു സ്വഭാവ വേഗതമോ അല്ലെങ്കിൽ ഈ കോപം എന്ന മൂലഭാവത്തിൽ ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ നിമിഷം കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹത്തിൻ്റെ വലതുകരം നീട്ടും, സൗഖ്യത്തിൻ്റെ വലതുകരം നീട്ടും. മാലാഖമാരെയും ദൈവദൂതന്മാരെയും അയച്ച് നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ സംരക്ഷണത്തിൻ്റെ വലിയ കോട്ടയം തരും. കർത്താവ് പറയുന്നു, ഞാൻ ശാന്തശീലനും എളിമയുള്ളവനാവുകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. കർത്താവെ, നിന്റെ ശാന്തതയും നിന്റെ ഹൃദയത്തിൻ്റെ എളിമയും തന്ന് ഞങ്ങളത് ചേർത്ത് നിർത്തണമേ. ഞങ്ങൾ ഈ കോപിക്കുന്ന ആ ശീലത്തെ, ആ മൂലപാപത്തെ അതിൻ്റെ വേരിൽ നിന്ന് തന്നെ ഈ നിമിഷം തന്നെ പിഴുതെടുത്ത് കളഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.